ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമം എന്നും മഹത്വം എടുക്കുമാറാകട്ടെ. ജാതികളുടെ വഴി എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം തിരുവെഴുത്തുകളെ ആധാരമാക്കി ചിന്തിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ദൈവം മനുഷ്യനെ ജാതിയായിട്ട് സൃഷ്ടിച്ചിട്ടില്ല എന്നും മനുഷ്യൻ്റെ പാപനിമിത്തം അവൻ ഘട്ടം ഘട്ടമായി ചെന്നു ചേർന്ന ഒരു ഹീനമായ അവസ്ഥയാണ് ജാതി. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ എന്തെല്ലാം പ്രവർത്തിക്കും, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവയാണ് നാം ചിന്തിക്കുന്നത്. ജാതിയായി തീർന്ന ഒരു മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അതിൽ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ചിന്തിച്ചു, അവൻ വിഗ്രഹത്തെ ആരാധിക്കും. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ മുഴുവനും ബുദ്ധിയില്ലാത്തവരോ ജ്ഞാനമില്ലാത്തവരോ വിവേകമില്ലാത്തവരോ ഒന്നും നമ്മൾ ധരിക്കേണ്ട. ഇതൊക്കെ ഉള്ളവർ തന്നെയാണ്. ജ്ഞാനികൾ ആയിരിക്കുന്നവർ തന്നെ ഇതിലേക്ക് ചെന്ന് ഏർപ്പെട്ടു പോകാറുണ്ട്. അശേര പ്രതിഷ്ഠയിൽ ആരാധനയ്ക്ക് പോകുന്ന അവസ്ഥ ശലോമോൻ ഉണ്ടായെങ്കിൽ നമ്മൾ സാധാരണക്കാരൻ്റെ ഒരവസ്ഥ എന്തായിരിക്കും? ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ ശലോമോനെ പോലെ ആർക്ക് കഴിയും? പഴയ നിയമത്തിൽ അത്ര ജ്ഞാനമുള്ളവനും വിവേകമുള്ളവനും അത്ര ഭയങ്കരമായ മാനസികാവസ്ഥയുള്ളവനും. മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ കടൽപ്പുറത്തെ മണൽ പോലെ ഹൃദയവിശാലത ഉള്ളവനായിരുന്നു ശലോമോൻ എന്നാണ് വചനം. അത് ദൈവം അവന് കൊടുത്തതാണ്. കടൽപ്പുറത്തെ മണൽ പോലെ ഹൃദയവിശാലത. കടൽപ്പുറത്ത് ഒരു മണൽത്തരി 2 വിരൽ കൊണ്ട് നമ്മൾ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അത് എണ്ണി തികയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ കടൽപ്പുറത്തെ മണലെല്ലാം കൂടെ കൂട്ടിയാലോ ദൈവത്തിൻ്റെ വചനം വെറുതെ എഴുതില്ല, അത് സത്യമായിരിക്കും. ആ കടൽപ്പുറത്തെ മണൽ പോലെ ഹൃദയവിശാലത ദൈവം കൊടുത്തതാണ് ശലോമോൻ. അത്രയേറെ ഹൃദയവിശാലതയുള്ളവൻ അവൻ വാർദ്ധക്യത്തിൽ അന്യജാതിക്കാരായ ഭാര്യമാരാൽ വശീകരിക്കപ്പെട്ട് അന്യാരാധനയ്ക്ക് പോകാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചിന്തിച്ചതിൻ്റെ കാരണം ജാതികളായിരിക്കുന്നവരെല്ലാവരും മൂഢന്മാരാണെന്നോ ജാതികളായിരിക്കുന്നവർ മുഴുവനും വിവേകമില്ലാത്തവരാകുന്നുവെന്നോ നമ്മൾ ധരിക്കേണ്ട. അവർ ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായ ഒരു യുക്തിയുണ്ട്. അവർ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരുവൻ അവനത് ചെയ്യുന്നതിൻ്റെ ന്യായം വിവരിക്കുന്നത് കേട്ട് നമ്മൾ അതിശയിച്ചു പോകും. എന്താണ് ആ പറയുന്നത്? എത്രയേറെ ജ്ഞാനമാണ് ആ പറയുന്നത്. തിരുവെഴുത്ത് ഒരു മനുഷ്യനെ ശക്തമായിട്ട് ഉറപ്പിച്ചു നിർത്തിയില്ല എങ്കിൽ ഇങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ തോറ്റു പരാജയപ്പെട്ട് വീഴ്ച പോയിച്ചു പോകാനിടയായിത്തീരും. അപ്പോൾ പറഞ്ഞു വരുന്നൊരു സാരം, ജാതികൾ ചെയ്യുന്നതിന് അവർക്ക് അവരുടേതായ ന്യായമുണ്ട്. വെറും മൂഢതയല്ല അവർ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ബുദ്ധിയിലും അവരുടേതായ ജ്ഞാനത്തിലും നിന്നുകൊണ്ട് അവർ അതിൻ്റെ യുക്തി ലോകത്തിന് അറിയിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ ജാതികൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒന്നാമത്തത് വിഗ്രഹാരാധന. വീണ്ടും നമ്മൾ ചിന്തിപ്പാടിയായെത്തുന്നത് രണ്ടാം ഭാഗം, മരിച്ചവരോട് സംസാരിക്കുക. മരിച്ച മനുഷ്യരോട് സംസാരിക്കുക. അതിൻ്റെയും അവസ്ഥ എന്താണെന്ന് നമ്മൾ ഒരു ഭാഗം ചിന്തിച്ചു. ഇനി അതിനൊരു ഭാഗവും കൂടി ഉണ്ട്. അത് നമുക്ക് വേണ്ടി ചിന്തിക്കാം. എന്നാൽ ഇന്ന് നമുക്ക് ജാതികളുടെ വഴിയായിട്ട് നാം ചിന്തിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
മരിച്ചവർക്ക് വേണ്ടി ചിന്തിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനാധാരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? അതായത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുന്ന ഒരു വിഷയം, അതായത് 88-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല, അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അറ്റുപോകും. ഇതാണ് ആ പറയുന്നതിൻ്റെ സാരം. അവർ നിന്റെ കൈകളിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യെരമ്യാ പ്രവചനം 12-ാം അധ്യായത്തിൽ കുശവനും കളിമണ്ണും തമ്മിലുള്ള ബന്ധമാണോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം? കുശവൻ ചക്രത്തിന്മേൽ മണ്ണ് കുഴച്ചു വെച്ച് അതിനെ കറക്കി തൻ്റെ വിരലുകൊണ്ട് തനിക്കിഷ്ടമുള്ളൊരു രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെയാണ് ഈ ലോകത്തിൽ മനുഷ്യജീവിതം. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു കുശവൻ പാത്രങ്ങൾ മെനയുന്നതിനോട് തുല്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കും. കുശവൻ ഒരു പീഠത്തിന്മേൽ ഇരുന്നതിന് ശേഷം തൻ്റെ ചക്രത്തെ കറക്കി വിടുന്നു. ഇതുപോലെ സർവശക്തനായ ദൈവം സ്വർഗം തൻ്റെ സിംഹാസനമായി വെച്ചുകൊണ്ട് ഈ കാലചക്രത്തെ നിയന്ത്രിക്കുന്നു. കാലചക്രം നിയന്ത്രിക്കുന്നു. ഇങ്ങനെ കുശവൻ കറക്കിവിട്ട ചക്രത്തിന്മേൽ മണ്ണ് കയറ്റി വയ്ക്കുന്നത് പോലെ കാലചക്രത്തിന് കീഴ്പ്പെട്ടവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ചക്രത്തിന്മേൽ വെച്ച മണ്ണ്, കുഴച്ചു വെച്ച മണ്ണ് വിരലുകൊണ്ട് പിടിക്കുന്നത് പോലെ ദൈവം സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം തൻ്റെ വചനം അയച്ച് തൻ്റെ വചനം ഈ മനുഷ്യജീവിതത്തിലേക്ക് അയച്ചതിന് ശേഷം അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അങ്ങനെ കുശവൻ ചക്രത്തിന്മേൽ വെച്ച കുഴച്ച മണ്ണ് ഏകദേശം പാത്രങ്ങൾ തൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു പാത്രമാക്കി രൂപപ്പെടുത്തിയതിന് ശേഷം ചരടുകൊണ്ട് വെട്ടി അതിനെ വേർപെടുത്തി എടുക്കും. ഇങ്ങനെ വേർപെടുത്തിയ ആ പാത്രം തീച്ചൂളയിൽ വെച്ച് ചുട്ടെടുക്കുന്നു. ചുട്ടെടുത്ത് പുറത്തേക്ക് എടുക്കുന്ന ഈ പാത്രത്തിൻ്റെ നിറമെന്ന് പറയുന്നത് ഒരു ചുവപ്പാണ്. ഒരു തീയിലിട്ട് ചുട്ട മണ്ണിൻ്റെ ഒരു ചുവപ്പാണ്. ഇതുപോലെ കാലചക്രത്തിന് കീഴ്പ്പെടുത്തി വെച്ച മനുഷ്യനെ ദൈവം തൻ്റെ വചനമയച്ച് അവൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തിയതിന് ശേഷം അവനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നു. വിശേഷാൽ അവൻ്റെ രക്തത്തിൽ ജഡാംശത്തെ മാറ്റി
ജീവാംശത്തെ വേർതിരിച്ചെടുക്കും. ഇങ്ങനെ വേർതിരിച്ചെടുത്ത ആ മനുഷ്യൻ കുശവന്റെ കയ്യിലിരിക്കുന്ന ആ ചുവപ്പ് നിറമുള്ള പാത്രത്തിന് തുല്യമാണ്. കാരണം അതിന്മേലുള്ള പണി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ മരണത്തിൽ വേർപെട്ട് അവൻ്റെ അകത്തെ മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. വീണ്ടും നമ്മൾ കുശവന്റെ പ്രവൃത്തിയിലേക്ക് തിരിയുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം, അതൊരു കുടമാകട്ടെ, കലമാകട്ടെ, മറ്റെന്തെങ്കിലും ആകട്ടെ, തീയിൽ ചുട്ടെടുത്ത ആ പാത്രത്തിൻ്റെ വക്കോ അതിൻ്റെ കഴുത്തോ അതിലേതെങ്കിലും ഉൾഭാഗമോ ഒരല്പം കൂടി ഒന്ന് ഒതുക്കിയാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ അതിന് വെള്ളം ഒഴിക്കുന്ന ഭാഗം അല്പം ചെറുതാക്കിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ വലുതാക്കിയാൽ നന്നായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു അഭിപ്രായം ഈ കുശവനോട് പറഞ്ഞാൽ കുശവൻ നിസ്സഹായനാണ്. ആ കുശവന് എന്ത് ഈ രാജ്യത്തിൻ്റെ പകുതി നിനക്ക് തരാം, ആ പാത്രം ഒന്ന് ഒതുക്കി തരണം, അല്ലെങ്കിൽ തൻ്റെ ഹിതപ്രകാരം ഒന്ന് രൂപപ്പെടുത്തി തരണമെന്ന് പറഞ്ഞാൽ അവനതിൽ നിസ്സഹായനാണ്. കാരണം അത് അവൻ്റെ പിടിയിൽ നിന്ന് പോയി. അവനത് കുഴച്ച് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചക്രം കറങ്ങുന്ന സമയത്ത് ഈ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചെയ്തു തരുമായിരുന്നു. ഇത് അവൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ചരട് കൊണ്ട് വെട്ടി മാറ്റി തീച്ചുളയിൽ വെച്ച് ചുട്ടെടുത്തതോടുകൂടി ആ പാത്രം ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, എന്നേക്കുമുള്ള ഒരു പാത്രമായി തീർന്നു. അതിൽ രൂപാന്തരം വരുത്താൻ കഴിയില്ല. അത് കുശവന്റെ കയ്യിൽ നിന്ന് പോയി, അറ്റുപോയി. അതിനെ ഇനി ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. ഇനി അമിതമായ താല്പര്യം അവൻ്റെ അടുത്ത് കാണിച്ചാൽ ആ കുശവന് പറയാനുള്ളത് ഇതാണ്: ഇതുപോലത്തെ 1000 പാത്രം ഞാൻ ഉണ്ടാക്കിത്തരാം, നിങ്ങൾ പറയുന്ന തരത്തിലുള്ള 1000 പാത്രം ഞാൻ ഉണ്ടാക്കിത്തരാം, പക്ഷെ ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെയാണ് ഈ കാലചക്രത്തിലേക്ക് മണ്ണിൽ നിന്നെടുത്ത് രൂപപ്പെടുത്തി അതിനകത്ത് വചനത്തെ അയച്ച് അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി വളർച്ച പൂർത്തീകരിച്ചതിന് ശേഷം ആയുസ് പൂർത്തിയായി ഈ മനുഷ്യനെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി കഴിഞ്ഞാൽ ആ ആത്മാവിനെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ആത്മാവിന് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്താൻ ആർക്കും സാധിക്കില്ല. അവിടെയാണ് നാം വായിച്ച വചനത്തിൻ്റെ പ്രസക്തി. 88 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു, അവരെ നീ പിന്നെ ഓർക്കുന്നില്ല, അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. അത് തീർന്നു, ആ പണി തീർന്നു. സമുദായത്തിലും സമുദായക്കാരിലും മറ്റ് ജാതികളുടെ ഇടയിലും ശേഷക്രിയ നടത്താറുണ്ട്. ആത്മാവിന് ശാന്തി കിട്ടാനും ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാനും അതിന് കുറച്ചുകൂടെ കൂടി തിളക്കവും അതിന് കുറച്ചുകൂടി കൂടി തേജസ്സും അതിന് ശ്രേഷ്ഠമായൊരവസ്ഥ കൈവരാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കി അടിയന്തരങ്ങൾ, അത് ധാരാളം പൈസ മുടക്കി ശേഷക്രിയകൾ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ദൈവം അതിന് ഉത്തരവാദിയല്ല. ദൈവം അതിന് സമ്മതിച്ചിട്ടുമില്ല. ഇങ്ങനെ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിക്കും യാതൊരു പ്രതിഫലവും ദൈവം പറഞ്ഞിട്ടില്ല. അത് ചെയ്യുന്നവൻ അത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന്മേൽ യാതൊരു പ്രതിഫലവും യാതൊരു മാറ്റവും ആ ആത്മാവിന് വരുത്താൻ ആർക്കും സാധിക്കില്ല. ഇന്നുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല, അത് ചെയ്യുന്നവൻ ദൈവത്തിന് വെറുപ്പാണ്. കാരണം നാം ആ കുശവന്റെ കാര്യം പറഞ്ഞതുപോലെ, ജീവിച്ചിരുന്നപ്പോൾ ആ ചക്രത്തിന്മേൽ ചെളിയിരുന്ന് മണ്ണിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യരിൽ ജീവനുള്ളതിനൊക്കെയും പ്രത്യാശയുണ്ട്. ജീവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവൻ രക്തത്തിൽ കുടികൊള്ളുന്നു. അവന്
അവൻ്റെ ശരീരത്തിൽ രക്തം ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു ക്രിയയുണ്ട്. അവനിൽ രക്തം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവനിലേക്ക് അയക്കുന്ന വചനം അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്ന അവനിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവനിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും, ജീവചക്രത്തിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വ്യാപരിക്കുന്ന വചനം അനുസരിച്ചാൽ, വ്യാപരിക്കുന്ന വചനം അനുസരിച്ചാൽ അത് അവൻ്റെ സോളിന് വ്യത്യാസം വരുത്തും, അകത്തെ മനുഷ്യന് വ്യത്യാസം വരുത്തും. ഒന്നിൽ ശോഭ കൂടും, ഇല്ലെങ്കിൽ ശോഭ കുറയും. ഒന്നിൽ വളർച്ച കൂടും, ഇല്ലെങ്കിൽ വളർച്ച കുറയും. ഒന്നിൽ ഇരുട്ട് കൂടും, അല്ലെങ്കിൽ ഇരുട്ട് കുറയും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കും. കാരണം മനുഷ്യരിൽ ജീവനുള്ളതിനൊക്കെയും പ്രത്യാശയുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ ഈ കാലഘട്ടം വിട്ടതിന് ശേഷം ജീവൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ട് ദേഹി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവൻ എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം പഠിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമഴിയായി കാണുന്നു, അന്ന് നാം മുഖത്തോട് മുഖം കാണും. അന്ന് നാം നേർക്കുനേരെ കാണും, കാര്യങ്ങളെല്ലാം പൊരുളെല്ലാം നമ്മൾ അറിയും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. പ്രയോജനം വേണമെങ്കിൽ നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വചനം കേൾക്കണം, അത് വിശ്വസിക്കണം, വിശ്വസിച്ച് വചനം അനുസരിക്കണം. അനുസരിക്കുമ്പോൾ ഈ പറയുന്ന വ്യത്യാസം അവിടെ നടക്കും. അല്ലാത്തടത്തോളം കാലം അവന് ഒരു വ്യത്യാസവും നടക്കില്ല. കർത്താവ് ഇതിന് ഉദാഹരണം പറയുമ്പോൾ, ധനവാന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന പ്രകാരമാണ്. ധനവാൻ ലാസറിൻ്റെ അനുഭവം കണ്ടതിന് ശേഷം ലാസറിനെ തൻ്റെ അടുക്കിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. അത് സാധ്യമാകുന്നില്ല എന്ന് അബ്രഹാം പിതാവ് പറഞ്ഞപ്പോൾ ധനവാൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാമോ, ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ഒന്ന് അയക്കാമോ? അവർ ഭൂമിയിൽ ഇപ്പോൾ ജീവനോടെയുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവിടെ നിന്ന് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്നൊന്ന് പറയാമോ? അപ്പോൾ പറഞ്ഞത്, അബ്രഹാം പിതാവ് പറഞ്ഞത് പ്രകാരമാണ്. അവിടെ നിന്റെ സഹോദരന്മാർക്ക് മോശയും പ്രവാചകന്മാരും തിരുവെഴുത്തുകളും എല്ലാം ഉണ്ടല്ലോ, അവരത് കേൾക്കട്ടെ, അതവർ വിശ്വസിക്കട്ടെ, അതവരനുസരിക്കട്ടെ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രതിഫലവും മാറ്റവും ഉണ്ടാവും. അവർക്ക് നീ ഇവിടെ കിടക്കുന്ന പോലെ ഇവിടെ വരാതിരിക്കാൻ അവർക്കുണ്ടാവും. അപ്പോൾ അവനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു, അബ്രഹാം പിതാവേ, അങ്ങനെയല്ല. മരിച്ചവരുടെ നിന്ന് ഒരാൾ ചെന്ന് ഈ കാര്യം പറഞ്ഞാൽ അവരത് വിശ്വസിപ്പാൻ ഇടവരും. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞതാണ്, ഇല്ല, മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ കേൾക്കാത്തൊരുത്തൻ മരിച്ചവരുടെ നിന്ന് ഒരാൾ ചെന്ന് പ്രസംഗിച്ചാലും അവൻ വിശ്വസിക്കില്ല. തോന്നും, അതിശയമൊക്കെ തോന്നും. ഇവിടെ ഒരു ഭയങ്കര അതിശയം, അത്ഭുതം, മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ആ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം, അവനത് സമ്മതം വയ്ക്കും, അവനതിന് മാർക്കിടും, ഇതൊക്കെ ചെയ്തു തന്നെയാണ്. പക്ഷെ ഒരിക്കലും വചനം വിശ്വാസമായി പരിണമിക്കുക എന്നുള്ളത് ദൈവവും അവനുമായിട്ടുള്ള ബന്ധമാണ്. അത് അവൻ്റെ ആത്മാവിലുള്ള ജ്ഞാനമാണ്. അത് അത്ഭുതം കൊണ്ടും ഭയപ്പെടുത്തിയത് കൊണ്ടും അവൻ്റെ ഉള്ളിൽ വിശ്വസിപ്പാൻ സാധിക്കില്ല.
എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ഈ ലോകത്തിൽ ശരിയായൊരു ഭൂമികുലുക്കം ഉണ്ടായാൽ മതിയല്ലോ, ശരിയായൊരു ഭയം ഉണ്ടാവുക, ശരി രണ്ട് കുറച്ച് സമയം നിന്ന് ഇടി വെട്ടിയാൽ മതിയല്ലോ. ഇടി വെട്ടിക്കഴിഞ്ഞാൽ ഏത് കഠിന ഹൃദയനും തന്നെ വിശ്വസിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, വചനം വിശ്വസിക്കും. ആ വിശ്വാസമല്ല പേടിപ്പിച്ച് വരുത്താനാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം സൂക്ഷിക്കാൻ ദൈവത്തിനറിയാം. എന്നാൽ അങ്ങനെയല്ല, പേടിപ്പിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിമണ്ഡലം തിരിഞ്ഞെന്നിരിക്കും, ഹൃദയം തിരിയുകയില്ല. ഹൃദയം തിരിയണമെങ്കിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു. നിത്യജീവനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ലോകത്തിലുണ്ട്. അവരുടെ അടയാളം അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിത്യജീവനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിന് മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ലോകത്തിലുള്ള അത്ഭുതങ്ങളും ആ ലക്ഷണങ്ങളും എല്ലാം കണ്ട് താൽക്കാലികമായിട്ട് ഒരു ഭയം ഉളവായി അവര് തൽക്കാലം വിശ്വസിക്കും. അതൊന്നും അന്തരാത്മാവിലേക്ക് ഇറങ്ങിയ വിശ്വാസമല്ല. ആത്മാവിൽ ഇറങ്ങിയ വിശ്വാസം എന്ന് പറയുന്നത് നിത്യജീവനെ കാക്ഷിക്കുന്നവരാണ്. അതിനെ കാക്ഷിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഈ വചനം സ്വീകരിക്കൂ. അല്ലാത്തവർ എത്ര അത്ഭുതം കണ്ടാലും വിശ്വസിക്കുകയില്ല എന്ന് കർത്താവ് തന്നെ, അബ്രഹാം പിതാവ് തന്നെ അവിടെ സാക്ഷ്യം പറഞ്ഞു എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ ഗ്രഹിക്കുന്നത്, ഇവിടെ മനുഷ്യൻ്റെ ജീവചക്രം നിലച്ചതിന് ശേഷം കിണറ്റിലെ ചക്രം തകരും, ഉറവെങ്കിലെ കുടമുടയും, രോചനക്കുരു ഭരിക്കാതെ വരും, തുള്ളൻ എഴഞ്ഞു നടക്കും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, പൊടി പണ്ട് പൊടിയായിരുന്നു പോലെ തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് ചേരും എന്നിങ്ങനെയുള്ള ഒരു കെട്ടഴിയുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് മരണസമയം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് അവിടെ പറയും, കെട്ടഴിയുന്ന സമയം. ഈ കെട്ടഴിയുന്ന സമയം കെട്ടഴിഞ്ഞാൽ അതോടുകൂടി ആ ആത്മാവ് ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെടുത്താനുള്ള സാധ്യത തീർന്നു, ഇനിയില്ല. ഇനി മറ്റൊരു വാക്കിൽ മനസ്സിലാകാൻ വേണ്ടി, പ്രായോഗികമായിട്ട് ചെയ്യാനല്ല, അല്ലെങ്കിൽ സംഭവിക്കാനുമല്ല, പ്രായോഗികമായിട്ട് പറയുന്നത്, ഈ ധനവാൻ തീജ്വാലയിൽ കിടക്കുമ്പോൾ അവനെ ഏതെങ്കിലും തരത്തിലൊരു വ്യത്യാസം വരുത്തുന്നത് എങ്ങനെയാണ്? സർവശക്തനായ ദൈവം അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർവശക്തനായ ദൈവവും അതുപോലെ ലാസറും ഇവർ രണ്ടുപേരും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അറ്റുപോയിരുന്ന, ഭൂമിയിൽ കുശവന് കളിവന്മേൽ പണിയുന്ന ആ പണി തീർന്നു പോയതുപോലെ അവരുടെ ഭൗതിക ജീവിതം കുശവന്റെ കയ്യിൽ നിന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അറ്റുപോയെന്ന. ഇനി അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി അതിന്മേൽ ഒരു മാറ്റവും വരുത്തുവാൻ സാധിക്കില്ല. ഇനി അതിൽ ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന് യുക്തി ഇത്രേ പറയുന്നുള്ളൂ, നടന്നിട്ടല്ല, സംഭവമല്ല. പിന്നെയോ, ഈ ധനവാന്റെ ആത്മാവിനെ ദൈവം വീണ്ടും ഒരു മനുഷ്യ ശരീരത്തിൽ രക്തത്തോടു കൂടി ചേർത്ത് ജീവനുള്ള ഒരു ശരീരത്തിൽ കൊണ്ടുപോയി ആക്കണം. ജീവനുള്ള ശരീരത്തിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം അവനിലേക്ക് ദൈവത്തിൻ്റെ വചനം അയക്കണം. അവൻ ആ വചനം കേട്ട് വിശ്വസിച്ച് ഇവൻ്റെ ജീവചക്രത്തിൽ വ്യാപരിച്ച് ഇവൻ അനുസരിച്ചു കഴിഞ്ഞാൽ, ഇവൻ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ആത്മാവിന് വ്യത്യാസം വന്നു, ഈ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാം. സംഭവിച്ചിട്ടല്ല ഇതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. തത്വത്തിൽ അല്ലെങ്കിൽ യുക്തിയിൽ അല്ലെങ്കിൽ പ്രാവർത്തികമായി എങ്ങനെ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ചിന്തിച്ചു എന്നുള്ള മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ ധനവാനെ ആ ജ്വാലയിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം
ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവം കരുണാസമ്പന്നനല്ലേ? ദൈവം മഹാദയും വിശ്വസ്തയുമുള്ളവനല്ലേ? ഒരു മനുഷ്യൻ തൻ്റെ ആയുഷ്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം ചെയ്തു എന്ന് വെച്ച് അവൻ ഒരു ശിക്ഷയടിച്ച് ഒരു അപ്പനാണെങ്കിൽ തൻ്റെ മക്കളെ ഒരടി അടിച്ചു, രണ്ടടി അടിച്ചു, മൂന്നടി അടിച്ചു. അത് കഴിഞ്ഞാൽ അപ്പന് സഹിക്കാൻ പറ്റൂല. മകനേക്കാൾ കൂടുതൽ വേദന അപ്പനെടുക്കും. ഇവിടെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ഒരു ദിവസം കിടന്ന് നിലവിളിച്ചു, മതി എന്ന് ചിന്തിക്കുന്നില്ല അപ്പൻ. പിറ്റേ ദിവസം കിടന്ന് നിലവിളിച്ചു, തീരുന്നില്ല. ഇത് ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ 1000 വർഷമോ കോടി വർഷമോ അല്ല. നിത്യതയിൽ ഈ ദണ്ഡന അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണോ? അതാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവൻ്റെ കയ്യിൽ നിന്ന് അറ്റുപോയി. ഇനി അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് മനുഷ്യന്റെ ജീവകാലഘട്ടം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്ര ഭയങ്കരമാണ് നമ്മുടെ ഈ ജീവിതകാലമെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. എത്ര 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 ഭയങ്കരമാണ്. അതുകൊണ്ടാണ് അശേഷം സമയം കളയാനില്ല. ഇത് അന്ത്യകാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. അല്പം പോലും സമയം കളയരുത്. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയാനില്ല. ഒരു നിമിഷം നമുക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ടുകൊള്ളണം. നമുക്ക് അല്പസമയം ആശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഏതെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാപിച്ച വചനത്തിൻ്റെ നിവൃത്തിയായിരിക്കണം. അത്രയും നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും, വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാനുള്ള പ്രതിഫലം കൈവശമുള്ളവൻ ഇതാവരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ വിചാരിക്കേണ്ടത്, ഇവിടെ നിന്ന് മരിച്ച ശരീരം വേർപെട്ടു പോയ ഒരു ആത്മാവിനെ തിരുത്താനോ വലുതാക്കാനോ ചെറുതാക്കാനോ പ്രകാശം കൂട്ടാനോ പ്രകാശം കുറയ്ക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യത ഉണ്ടാക്കാനോ യോഗ്യത ഇല്ലാതാക്കാനോ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിന് വെറുപ്പാണ്. ഇങ്ങനെ ചെയ്തതിനാലാണ് ദൈവത്തിൻ്റെ വചനം 106-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി തീർന്നത് അതുകൊണ്ടാണ് 106-ാം സങ്കീർത്തനത്തിൽ 28-ാം വാക്യത്തിൽ, അനന്തരം അവർ ബാൽപേയരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കുള്ള, അതാ ഭാഷാന്തരം വന്നപ്പോൾ അങ്ങനെയൊന്നുള്ളൂ, മരിച്ചവർക്കുള്ള ബലികളെ തിന്നു. ഈ ലോകത്തിൽ ദൈവം ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് ശേഷക്രിയകൾ. മരിച്ച ആത്മാവിന് വേണ്ടി ചെയ്യുന്ന ശേഷക്രിയകൾ. നാം ഒരിക്കലും അത് ചെയ്യാൻ പാടുള്ളവരല്ല. നാം ഇന്ന് ലോകത്തിൽ കാണുന്നത് പോലെ ധൂപം കാണിക്കുക, 3, 7, 14, 30, 40 ആണ്ട്, ചാത്തം, പെലകുളി, പിണ്ണമുങ്ങൽ, ഇതൊക്കെയും ക്രിസ്തീയതയിൽ അനുവദിച്ചിട്ടുള്ളതല്ല. ക്രിസ്തീയ വിശ്വാസത്തിന് ആധാരമായ ദൈവത്തിൻ്റെ വചനം അതൊരിക്കലും അനുവദിച്ചിട്ടുള്ളതുമല്ല. ഈ വകയാൽ അവർ ദൈവത്തെ കോപിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിൽ പ്രേതങ്ങൾക്കുള്ള ബലികളെ, മരിച്ചവർക്കുള്ള ശേഷക്രിയകളെ തിന്ന് ദൈവത്തെ കോപിപ്പിച്ച ഇസ്രായേലിനെ പോലെ മനുഷ്യനാകാതിരിപ്പാൻ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു. ഒരു മനുഷ്യൻ എങ്ങനെ ശരീരത്തിൽ ജീവചക്രം നിന്നു പോകുന്നു, ആ സമയം മുതൽ എന്ത് സംഭവിക്കുന്നു. ഇന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കി അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അറ്റുപോകുന്നു. ഒരു കുശവൻ താൻ ഉണ്ടാക്കുന്ന പാത്രം ചക്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത് തീയിൽ ചുട്ട് പഴുപ്പിച്ച് ചുവപ്പ് നിറമായാൽ അതിനെ പിന്നെ തിരുത്താനോ മാറ്റം വരുത്തുവാനോ ചെറുതാക്കാനോ വലുതാക്കാനോ കുശവനല്ല ആർക്കും കഴിയാത്തതുപോലെ ഒരു മനുഷ്യൻ ശരീരത്തിലിരുന്ന് തൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കി ഇവിടുന്ന് ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് ദൈവത്തിന് പോലും ആ ഭാഗത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന്
അറ്റുപോയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് ജാതികളുടെ വഴിയാണ്. ഒരിക്കലും സത്യവിശ്വാസി അതൊരിക്കലും അത് ചെയ്യുകയില്ല, ചെയ്യാൻ പാടുള്ളതല്ല. ഏകദൈവ വിശ്വാസികൾക്ക് അത് ദൈവം തടഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വചനം പറയുന്നത് ജാതികളുടെ വഴി പഠിക്കരുത്, മരിച്ചവർക്ക് വേണ്ടി ശേഷക്രിയകൾ ചെയ്യാൻ പാടുള്ളതല്ല.